ഹായ്, ഐ ആം ആഗ്നസ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഫ്ര റിന്യൂവൽ ആൻഡ് ന്യൂ അഫ്ര പോർട്ടലിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് അഫ്രയിൽ നിന്നൊരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ആ മെയിൽ പോയി ചെക്ക് ചെയ്യണം. അതിനകത്ത് അഫ്ര പോർട്ടൽ സെറ്റിങ്സിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും രജിസ്ട്രേഷൻ റിന്യൂവലിനുള്ള ഗൈഡും എല്ലാം. പിന്നെ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും നേരത്തെ തന്നെ എടുത്ത് എഴുതി വെച്ചേക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആപ്പ് നമ്മുടെ മൊബൈലിനകത്ത് ഡൗൺലോഡ് ചെയ്തിടണം. ഇതുപോലായിരിക്കും അതിൻ്റെ സിമ്പിള്. പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ലാപ്ടോപ്പിനകത്തായിരിക്കും. 2 ഡിവൈസസ് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടി. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അഫ്ര പോർട്ടൽ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് നമ്മുടെ മെയിൽ വന്നതിനകത്തൂടെ വേണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം അഫ്ര പോർട്ടൽ വെബ്സൈറ്റ്. ഈ രണ്ടിനകത്തൂടെ കയറിയാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അതിനകത്ത് ലോഗിൻ ടു അഫ്ര എന്നുള്ള ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ലോഗിൻ ഐ ഡിയും പാസ്വേഡും നമ്മൾ അടിച്ചു കൊടുക്കുക. യൂസർ നെയിം യൂഷ്വലി നമുക്ക് ഇമെയിൽ ഐ ഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 10 ഡിജിറ്റ്സ് നമ്പേഴ്സും എല്ലാം ആയിരിക്കും. നമുക്ക് പഴയ മെയിലിനകത്ത് ചെക്ക് ചെയ്താൽ നമുക്കത് കിട്ടും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചെക്ക് വരും. നമുക്കതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കണം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് മെയിലിൽ നമ്മുടെ ഓക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൽ പോയി ചെക്ക് ചെയ്യുക. അതിനകത്ത് ഇതുപോലൊരു ലിങ്ക് കാണിക്കും. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും. റീസെറ്റ് യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ റീസെറ്റ് പാസ്വേഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സൈൻ അപ്പ് വിത്ത് ആൻ ഒതൻറ്റിക്കേറ്റർ ആപ്പ് എന്ന് പറഞ്ഞൊരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പം നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും. അടുത്ത പേജ് എന്ന് പറയുമ്പം ഇതുപോലെ QR കോഡ് കാണിക്കുന്ന ഒരു പേജായിരിക്കും നമ്മൾ കാണുന്നത്. ഇതിന് ശേഷം നമ്മുടെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആപ്പ് നമ്മുടെ മൊബൈലിനകത്ത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ആഡ് എ കോഡ് പ്രസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാൻ QR കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് സ്കാൻ QR കോഡ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളുടെ ഡിവൈസിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസിനകത്ത് ആ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യണം. നമ്മുടെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആപ്പിനകത്ത് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പം ഒരു 6 ഡിജിറ്റ് കോഡ് നമുക്ക് വരും. ആ കോഡ് നമുക്ക് എൻ്റർ കോഡ് എന്ന് പറഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിവൈസിനകത്ത്. പിന്നെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും മൊബൈലിനകത്ത് ഇഷ്യൂ കൊണ്ട് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിവൈസിനകത്ത് ഐ കനോട്ട് സ്കാൻ ദി QR കോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു 30 ഡിജിറ്റ് ആൽഫ ന്യൂമറിക്കൽ കോഡ് അതിനകത്ത് അപ്പിയർ ചെയ്യും. ആ കോഡ് നമ്മൾ നമ്മുടെ മൊബൈലിനകത്ത് അടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ മൊബൈലിനകത്ത് ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആപ്പിനകത്ത് എൻ്റർ എ സെറ്റപ്പ് കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അതിനകത്ത് കോഡ് നെയിം അഫ്ര എന്ന് കൊടുത്തു. ഞാൻ അഫ്ര എന്നാണ് കൊടുത്തത്. യുവർ കീ എന്ന് പറഞ്ഞ് നമുക്ക് ആ കിട്ടിയ 30 ഡിജിറ്റ് ആ കോഡ് അതിനകത്ത് അടിച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റിലത്തെ ഓപ്ഷനകത്ത് ടൈം ബേസ്ഡ് എന്നോ അതിന് കിട്ടുന്ന ഓപ്ഷൻ അടിച്ചു. അത് കഴിയുമ്പം പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്കുള്ളത്. അതിനകത്ത് 14 ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ്, 1 അപ്പർ കേസ്, 1 ലോവർ കേസ്, 1 നമ്പർ, സ്പെഷ്യൽ ക്യാരക്ടർ, ഇത്രയൊക്കെ വേണം. താങ്ക് യു.